ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ 1.5 കപ്പ് AllPurpose Flour എടുത്തിട്ടുണ്ട്. മൈദ ആയാലും മതി. പിന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നു, ഫ്ലേവർലെസ് ഓയിൽ എന്തെങ്കിലും. പിന്നെ നമുക്ക് വേണ്ടുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്. ഞാനിത് വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി, വലുതായിട്ട് ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒന്ന് വിളയിച്ച് അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു പാനിലിട്ടിട്ട് അതിൻ്റെ കൂടെ ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പഞ്ചസാരയൊക്കെ അതിലൊന്ന് പിടിച്ചിട്ട് ബീട്രൂട്ടിന് ഒരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ, നന്നായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം അതിലേക്ക് ആ 3/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് വാനില എസൻസ്, വാനില എസൻസ് ഞാൻ ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഫ്ലേവർ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും, നിങ്ങൾക്ക് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. പിന്നെ 1/2 കപ്പ് തൈര്, 1/2 കപ്പ് എണ്ണ, ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ഇതിലേക്കിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു അരിപ്പ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന AllPurpose Flour, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് ഇത്രയും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇത് സെപ്പറേറ്റ് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് അരിപ്പ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അരിച്ച് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൽ നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് മാറ്റണം. കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് ബേക്കിംഗ് പേപ്പർ ഇടുക, ഇല്ലെങ്കിൽ കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അതിനുശേഷം ഈ ബാറ്റർ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതിനുശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ നമുക്കിത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. നമ്മളൊരു ടൂത്ത് പിക്ക് നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം, കണ്ടില്ലേ? അല്ലെങ്കിൽ കേക്ക് സൈഡിൽ നിന്നൊന്ന് വിട്ട് വരും, അതാണ് പരുവം. എനിക്ക് ഒരു 40 മിനിറ്റ് എടുത്തു എൻ്റെ ഓവനിൽ ഇത് ബേക്കാവാനായിട്ട്. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് മാറും കേട്ടോ. ഒരു 15-20 മിനിറ്റ് നമ്മൾ ആ ബേക്കിംഗ് ട്രേയിൽ വെച്ച് തണുത്തതിന് ശേഷം ഒരു വയർ റാക്കിലേക്ക് ഇത് നന്നായിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടോ ഈ കേക്ക്, നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഐസിങ് ചെയ്യാൻ തുടങ്ങാവൂ. ഇതാ ഞാനിപ്പോൾ കേക്ക് ഒരു 3 ലെവലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസിങ് വേണമെങ്കിൽ. അതിനുശേഷം ഞാൻ കുറച്ച് സിമ്പിൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുകയാണ്. സിമ്പിൾ ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈക്വൽ എമൗണ്ട് പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതാ ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അതിൽ നിങ്ങൾക്ക് വാനില എസൻസ് അല്ലെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിൽ ചേർക്കാം.
അത് നമ്മൾ കേക്ക് ഒന്ന് നന്നായിട്ട് പിന്നെയും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ അപ്ലൈ ചെയ്തു. ഇത് കുറച്ച് കാരമലൈസ് ചെയ്ത നട്ട്സാണ്. കാഷ്യൂ നട്ടും ബദാമും കൂടെ കാരമലൈസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തതാണ്. അത് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുകയാണ്, നിർബന്ധമില്ല. പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് അതിലും നമ്മുടെ ഷുഗർ സിറപ്പ് കുറച്ച് അപ്ലൈ ചെയ്യുക. പിന്നെ വിപ്പിംഗ് ക്രീം സെയിം പ്രോസസ്സ് തന്നെ. ഞാൻ ജസ്റ്റ് ഐസിങ് നിങ്ങളെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഐസിങ് ചെയ്യാം കേട്ടോ. കുറച്ച് നട്ട്സും കൂടെ ഞാനത് ചേർത്തു. ഇത് ലാസ്റ്റ് ലെയർ, നമ്മുടെ ടോപ്പ് ലെയർ ഞാനത് തിരിച്ചു വയ്ക്കുകയാണ്. ഇനി നമ്മുടെ ടോപ്പ് ലെയറിലും അതുപോലെ ഷുഗർ സിറപ്പ് ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ടോപ്പും സൈഡും എല്ലാം നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പ്രിങ്കിൾസും ഫ്രഷ്ലി ഗ്രേറ്റഡ് ബീട്രൂട്ടും പിന്നെ കുറച്ച് കാരമലൈസ് ചെയ്ത് ക്രഷ് ചെയ്ത നട്ട്സും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി കേക്ക് റെഡി.